കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണം, അത് കേരളത്തിലെ വയനാട്ടിൽ നിന്നാകണം എന്നുള്ള റിക്വസ്റ്റ് അദ്ദേഹത്തോട് നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം അതിനോട് ഇതുവരെ അഭിപ്രായം അറിയിച്ചിട്ടില്ല, പക്ഷേ പോസിറ്റീവ് ആകണം എന്ന വ്യക്തമായ അഭിപ്രായമാണുള്ളത്. രാഹുൽജി കേരളത്തിൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. വരുമെന്നുള്ള സൂചന ഞാൻ കണ്ടു. രാഹുൽജി ഒരു സമയത്തും രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമെന്നുള്ള സൂചന പോലും നൽകിയിട്ടില്ല. അറിയാമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അങ്ങ് പറയുന്നില്ല. ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം വരണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഹൈക്കമാൻഡുമാണ്. No, wait and see what is done. I mean, we can't, all speculation we don't answer. All that I know, he doesn't seem to understand the ground realities in Kerala. CPI's priority today is to defeat the BJP. Let the Congress decide what's his priority. That's not our job. 6 ദിവസമായി കേരളത്തിലെ കോൺഗ്രസ് രാഹുലിനെ കാത്തിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ആ കാത്തിരിപ്പ് വൃഥാവിലാണെന്ന തോന്നലാണ് ഉള്ളത്. രാഹുൽ വരുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. ശരി, അങ്ങനെയെങ്കിൽ ടി സിദ്ദീഖിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച ശേഷം അത്തരമൊരു ശുപാർശ AICCക്ക് അയച്ചത് എന്തിനാണ്? രാഹുൽ താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിൽ പരിഗണിക്കാമെന്ന് മാത്രം സുർജേവാല പ്രതികരിക്കുന്നതിന് മുൻപേ സിദ്ദീഖിനെ മാറ്റി നിർത്തിയത് എന്തിനാണ്? വയനാട് സീറ്റിന് മേലുള്ള ഗ്രൂപ്പ് തിരിഞ്ഞ അവകാശവാദത്തിൻ്റെ ബാക്കിപത്രം മാത്രമാണോ ഈ പുകമറ എന്നാണ് സ്പെഷ്യൽ പരിശോധിക്കുന്ന. നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ, CPM നേതാവ് PP ചിത്തരഞ്ജൻ, മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി അബ്രഹാം എന്നിവർ ചേരും. വയനാട്ടിലേക്ക് രാഹുൽ ഇല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു എന്നാണ് ആദ്യം സ്പെഷ്യൽ പരിശോധിക്കുന്നത്. ആദ്യം ശൂരനാട് രാജശേഖരനിലേക്ക്. ശ്രീ ശൂരനാട് രാജശേഖരൻ, ഇന്ന് രാവിലെ മുതലുള്ള വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ, കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രാഹുൽ വയനാട്ടിലേക്കില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഇനിയും കോൺഗ്രസ് കാത്തിരിക്കണമോ? അല്ല, എനിക്കങ്ങനെ തോന്നില്ല. ഇല്ല എന്ന് ഉള്ള തോന്നില്ല എനിക്ക് വന്നിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ കാര്യമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും KPCയുടെയും ആഗ്രഹത്തെ അവർ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസ് ഒരു ചെറിയ പാർട്ടി അല്ലല്ലോ. ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന 2019 തെരഞ്ഞെടുപ്പിന് ആ ആലോചനകളും തന്ത്രങ്ങളും മെനയുമ്പോൾ ഒട്ടനവധി ഘടകങ്ങൾ നോക്കാനും കാണാനും ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഇത് ഏറ്റവും അവസാനം എടുക്കേണ്ട ഒരു തീരുമാനമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടാകും. അത് ഞങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഘടകമാണത് ആലോചിക്കുന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്. രാവിലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം, ഉമ്മൻചാണ്ടി രാവിലെ പറഞ്ഞു രാഹുൽ വരുമെന്ന് ഞാൻ പറഞ്ഞില്ല. സത്യമാണ്. അദ്ദേഹവും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, രാഹുൽജി വയനാടിൽ മത്സരിക്കണം. അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രഭാവം വളർത്താൻ കോൺഗ്രസ് പ്രസിഡൻ്റ് ഈ ഫാസിസ്റ്റ് സർക്കാരിനെതിരായി അതിശക്തമായി നേതൃത്വം വഹിച്ച് മുന്നേറുന്ന കോൺഗ്രസ് നേതാവിൻ്റെ സാന്നിധ്യം, പ്രസിഡൻ്റിൻ്റെ സാന്നിധ്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആകെ കിട്ടണം. വയനാട് ഇതിൻ്റെയൊക്കെ ഒരു പ്രവേശന കവാടമാണ്. തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും എന്ന് വേണ്ട ആന്ധ്രാപ്രദേശിൻ്റെ പോലും സാന്നിധ്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് വയനാട്. അപ്പോൾ അതുകൊണ്ട് വയനാടിൽ മത്സരിക്കണം എന്ന് KPC ആവശ്യപ്പെട്ടിരുന്നു, ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിരുന്നു, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എല്ലാം ആവശ്യപ്പെട്ടിരുന്നു. ശ്രീ AK ആൻ്റണിക്കും അതിനോട് താല്പര്യമുണ്ടായിരുന്നു. ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണല്ലോ അദ്ദേഹവും അതിനോട് താല്പര്യപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഹൈക്കമാൻഡിനോടൊപ്പം രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനൊരു തീരുമാനം ഇന്നേവരെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്നത്തെ ഒരു കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ രാഹുൽ വയനാട്ടിൽ മത്സരിക്കണം എന്ന ആഗ്രഹം KPCCക്ക് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്തുണ്ടായ ഒരു കാര്യമല്ലല്ലോ. കഴിഞ്ഞ 2018 മുതൽ തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്, അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ KPCC നൽകിയിരുന്ന ഒരു നിർദ്ദേശം വയനാട്ടിൽ ടി സിദ്ദീഖ് ആകും സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ അദ്ദേഹം പ്രചാരണം ആരംഭിച്ചതിന് ശേഷം റിന്യൂ ചെയ്യുകയാണ്, വീണ്ടും ഉയർത്തുകയാണ് ചെയ്യുന്നത്. ആ വീണ്ടും ഉയർത്തുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം അത്തരത്തിലൊരു നിർദ്ദേശം നേരത്തെ തന്നെ KPCC മുന്നോട്ട് വച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അത് വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് സിദ്ദീഖ് പിന്മാറുന്നു എന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്?
കോൺഗ്രസ് പാർട്ടി KPCC മാത്രമല്ല ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചത്. എനിക്ക് നമ്മുടെയൊക്കെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമുണ്ട്. കരുണാനിധിയുടെ പുത്രൻ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നടന്ന വൻപിച്ച DMK-യുടെ യോഗത്തിൽ അന്ന് സ്റ്റാലിൻ പറഞ്ഞു, ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി, ഞങ്ങൾ ഇദ്ദേഹത്തെ ഭാവി പ്രധാനമന്ത്രിയായി കാണുന്നു. അതോടൊപ്പം രാഹുൽ തമിഴ്നാട്ടിൽ മത്സരിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കർണാടകത്തിലേക്ക് PCCയും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചിരുന്നു. കർണാടകത്തിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് പറഞ്ഞു. കേരളവും അത് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ കാര്യം ആലോചിക്കാം എന്ന് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് റിപ്ലൈ വന്ന സമയത്താണ് എല്ലാവരും ആഹ്ലാദത്തോടെ ആ കാര്യത്തിൽ കണ്ടു. നമ്മൾ മാത്രമല്ല, ജനാധിപത്യ കേരളം, കോൺഗ്രസ് മാത്രമല്ല, മതേതരത്വ കേരളം, എല്ലാവരും 2-3 ആൾക്കാരൊഴിച്ച് ബാക്കി എല്ലാവരും രാഹുലിൻ്റെ സാന്നിധ്യത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തവരാണ്. നിങ്ങളടക്കം, ഇവിടുത്തെ വാർത്താമാധ്യമങ്ങളടക്കം. വയനാടിൽ പ്രധാനമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ഒരാൾ മത്സരിക്കുകയും ജയിക്കുകയും അവിടെ വരികയും ചെയ്താൽ അവിടുത്തെ പിന്നോക്കാവസ്ഥയ്ക്ക് ഒട്ടനവധി മാറ്റം ഇന്നുള്ളതിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് വാർത്താമാധ്യമങ്ങളിൽ നിങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടതാണ്. അപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്തതാണ്. പക്ഷേ നിങ്ങളതിനെ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞെന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞെന്നും ഒക്കെ ചർച്ചകളിലൂടെ ബ്രേക്കിംഗ് ന്യൂസ് വന്നാൽ അതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരി, ഞാൻ മടങ്ങി വരാം. സണ്ണിക്കുട്ടി അബ്രഹാം, ഈ കാര്യം ഉമ്മൻചാണ്ടിയാണ് ആദ്യം അറിയിക്കുന്നത്. KPCC ഇത്തരത്തിലൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടിയാണ് ആദ്യം അറിയിക്കുന്നത്. പിന്നീട് രമേശ് ചെന്നിത്തല അത് സ്ഥിരീകരിക്കുന്നു. അന്ന് ദിവസം, അതായത് ഇന്നേക്ക് 6 ദിവസം മുൻപ് ഉച്ചയ്ക്ക് 2 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്ന ഒരു ദൃശ്യം ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം വളരെ പെട്ടെന്ന്. രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി അഭ്യർത്ഥിക്കുന്നു. ഏറെ സന്തോഷകരമായ ഇത്തരമൊരു ആഗ്രഹം, ഒരപേക്ഷ, അഭ്യർത്ഥന അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നു. സണ്ണിക്കുട്ടി അബ്രഹാം വളരെ സന്തോഷപൂർവ്വം ഇത് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നത്. വളരെ മിനിറ്റുകൾ മാത്രം നീണ്ട ഒരു വാർത്താ സമ്മേളനമായിരുന്നു. ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്താണ് എന്ന ചോദ്യത്തോട് അദ്ദേഹം നാളെ ഞാൻ പറയാമെന്ന് പറഞ്ഞു പോയതാണ്. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. സന്തോഷത്തോടെ ഇത് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ മുഖത്ത് സന്തോഷമില്ല. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അദ്ദേഹത്തിൻ്റെ മുഖം വളരെ ഗൗരവമാണ്. സാധാരണ മാധ്യമങ്ങളെ കാണുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ മാധ്യമങ്ങളെ സ്വീകരിക്കാറുള്ള ഒരാളാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വല്ലാത്ത ടെൻഷനാണ്, സങ്കടമാണ്, ഗൗരവമാണ്. എന്തുകൊണ്ടാകും ഇത്? എനിക്ക് ആ ചോദ്യത്തിൻ്റെ പൊരുൾ വേണ്ട പോലെ മനസ്സിലായില്ല എന്ന് പറയുന്നതിൽ എന്നോട് പരിഭവിക്കരുത്. കാരണം നമുക്കറിയാം, ഉമ്മൻചാണ്ടി ആണ് ആദ്യം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, പിന്നെ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു, പിന്നീട് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുന്നു. ഇവരാരും, നമുക്ക് വാദത്തിന് വേണ്ടി പറയുമ്പോൾ ഇവരാരും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ വാസ്തവത്തിൽ ആ സ്വാഗതമായിരുന്നുവെങ്കിൽ പോലും കേരളത്തിന് ഈ 3 നേതാക്കളും നൽകിയ സന്ദേശം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുള്ളതാണ്. അതനുസരിച്ചാണ് മാധ്യമങ്ങൾ, പകൽ ദൃശ്യമാധ്യമങ്ങളും പിറ്റേന്ന് അച്ചടി മാധ്യമങ്ങളും അതിനെ കൈകാര്യം ചെയ്തതും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു, 2ാമതൊരു സീറ്റിൽ മത്സരിക്കുന്നു എന്ന രീതിയിലാണ്. അപ്പോൾ ഇവർ 3 പേരും ആലോചിച്ച് തന്നെയായിരിക്കണം ഈ ഒരു പ്രതികരണം നൽകിയത്. മുല്ലപ്പള്ളി സംസാരിക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം പിന്നെ രാഹുൽ മത്സരിക്കാൻ തീരുമാനിച്ചതിനെയല്ല സ്വാഗതം ചെയ്യുന്നത്, രാഹുൽ മത്സരിക്കാൻ വരണം എന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക ചെയ്യുന്നു. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് ശരീരഭാഷയിലോ അദ്ദേഹത്തിൻ്റെ സന്തോഷഭാവക്കുറവിലോ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിതിൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, KPCC ആവശ്യപ്പെട്ടു എന്നുള്ള ശരിയാണ്. അതായത് കേരളത്തിൽ വന്ന സമയത്ത് തന്നെ KPCC നേതാക്കൾ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചാൽ ഇവിടെ UDFനെ സ്വീപ്പ് ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. കാരണം അതിനകത്ത് മറ്റ് രാഷ്ട്രീയങ്ങളൊന്നും അവരാലോചിച്ചിട്ടുണ്ടാവില്ല.
അപ്പോൾ അതിനുശേഷം ഹൈക്കമാൻഡ് അതിനെ വലിയ ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. പിന്നീടാണ് 2 സീറ്റുകൾ, അത് അമേത്തിയിൽ നിന്ന് ഒളിച്ചോട്ടമാണെന്ന് പറയാം, അങ്ങനെ വാദിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഭാവി പ്രധാനമന്ത്രിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നതിനൊപ്പം തന്നെ ദക്ഷിണേന്ത്യയും ഒപ്പം ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കുന്നു. അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതും ശരിയെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. തമിഴ്നാട്, കർണാടക, കേരള PCCകളോട് അവരവരുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ സീറ്റ് നിർദ്ദേശിക്കാൻ, അല്ലെങ്കിൽ ഒന്നിലേറെ സീറ്റുകൾ നിർദ്ദേശിക്കാൻ പറഞ്ഞു. കർണാടക നിർദ്ദേശിച്ചു, 2 സീറ്റുകൾ നിർദ്ദേശിച്ചു, അതിലൊന്ന് ബിദറായിരുന്നു. തമിഴ്നാട് ശിവഗംഗ നിർദ്ദേശിച്ചു. കോൺഗ്രസ് വയനാട് നിർദ്ദേശിച്ചു. പക്ഷേ കോൺഗ്രസ് വളരെയധികം സമ്മർദ്ദം ചെലുത്തി. അതിനകത്ത് റിവ്യൂവിൻ്റെ ഒരു പ്രശ്നമില്ല ജിംസെ. അതായത് സിദ്ദിഖിനെ തീരുമാനിക്കുമ്പോൾ ഗ്രൂപ്പ് പ്രശ്നം ഉണ്ടായിരുന്നു. ഗ്രൂപ്പുകൾ തമ്മിൽ പോരടിച്ചതിന് ശേഷമാണ് സിദ്ദിഖിനെ തീരുമാനിച്ചിട്ടുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല. പക്ഷേ അതൊരൊറ്റ പേരായിട്ടാണ് പിന്നെ ഇലക്ഷൻ അതോറിറ്റിയിലേക്ക് KPCC കേരളത്തിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി വിട്ടത്. അപ്പോൾ അതിനകത്ത് വലിയ പ്രശ്നമില്ല. അദ്ദേഹത്തെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തെ മാറ്റാനോ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം റിവ്യൂ ചെയ്യാനോ എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീടാണ് ദക്ഷിണേന്ത്യ ഒരു പ്രശ്നം വരുന്നത്. ആ പ്രശ്നത്തിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ വയനാട്ടിൽ കേരള നേതാക്കൾ വളരെ സമ്മർദ്ദം ചെലുത്തി. നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളത് വളരെ ശരിയാണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും AICCയെ ധിക്കരിച്ച് ഇവരെന്തെങ്കിലും ചെയ്തെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് തിടുക്കത്തിലായിപ്പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. AICC പ്രസിഡന്റ് കേരളത്തിൽ മത്സരിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം മത്സരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അത് സ്വാഗതം ചെയ്യലാണെങ്കിലും ആഗ്രഹം പ്രകടിപ്പിക്കലാണെങ്കിലും കുറേ കൂടെ അതിനകത്തൊരു ഈ 3 നേതാക്കളോട് ഞാൻ പക്വത എന്നുള്ള വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കണമായിരുന്നു. അത് ഒരു ഉറപ്പ് കിട്ടിയിട്ട് പോരെ ഇത് പ്രഖ്യാപിക്കേണ്ടതെന്ന് അത് തന്നെയാണ് ചോദ്യം. കാരണം ഉമ്മൻചാണ്ടി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് ഒരു വാർത്താ സമ്മേളനം വിളിച്ചെടുത്ത് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. പത്തനംതിട്ടയിൽ ഒരു കോടതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തു വന്നപ്പോൾ ഈ വടകരയിലെയും വയനാട്ടിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകുമെന്ന ചോദ്യത്തോടാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സാധ്യതയുണ്ട്, അത്തരത്തിലൊരു ശുപാർശ KPCC മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. ഇത് മുൻപ് ഇത്തരത്തിലൊരു ആലോചന ഉണ്ടായിരുന്നു. ഇനി ഹൈക്കമാൻഡിൽ നിന്നൊരു സൂചന കേരളത്തിലെ നേതാക്കൾക്ക് കിട്ടിയെങ്കിൽ അത് പരസ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല, അതിലൊരു തീർച്ച വരുന്നതുവരെ. ആ പരസ്യപ്പെടുത്തുന്നതിലാണ് പ്രശ്നം. അവിടെയും തീർന്നില്ല. ഹൈക്കമാൻഡ് ഇത് പരിഗണിക്കാം എന്ന് പറയുന്നതിന് മുൻപ്, മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സിദ്ദീഖ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. വടകരയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാത്ത കെ മുരളീധരൻ ഇപ്പോഴും പ്രചാരണത്തിലുണ്ട്. സിദ്ദീഖ് ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നുപോലും. അതെ അജീംസെ, നടപടിക്രമങ്ങൾ അങ്ങനെ തന്നെയാണ്. നമ്മളത് കുറ്റമായിട്ട് വരാം. പക്ഷേ എനിക്കറിയാവുന്ന ഒരു കൂടെ ഞാൻ പറയാം. ഇത് ഉമ്മൻചാണ്ടി തന്നെ ആദ്യം ആ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തട്ടെ എന്ന് കോൺഗ്രസിൻ്റെ ഈ 3 നേതാക്കളും കൂടെ ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയും അതിനുശേഷം രമേശും പിന്നീട് മുല്ലപ്പള്ളിയും പറയുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ആരും സംശയമില്ല. ഇവിടെ അജീംസ് പറഞ്ഞൊരു ശരിയാണ്. ഇക്കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം വരുന്നതിന് മുമ്പ് ഇവരിത് പറയേണ്ടിയിരുന്നില്ല. അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തു, കേരളം മുഴുവൻ ഏറ്റെടുക്കുന്നു. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നൊരു ധാരണ പറഞ്ഞതോടെ, അല്ലെങ്കിൽ വന്നേക്കുമെന്നുള്ള അന്നേരം ഒരു 90% വരെ അദ്ദേഹം മത്സരിക്കുന്നുള്ളൊരു പ്രതീതിയാണ് നമുക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിദ്ദീഖ് പിന്നെ അവിടെ എങ്ങനെയാണ് സിദ്ദീഖിൻ്റെ കൺവെൻഷൻ നടത്തുക? സിദ്ദീഖിൻ്റെ കൺവെൻഷൻ നടത്താൻ പറ്റാത്തതുകൊണ്ട് സിദ്ദീഖിൻ്റെ കൺവെൻഷനുകളെല്ലാം രാഹുലിനെ സ്വാഗതം ചെയ്യുന്ന കൺവെൻഷനുകളായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഇന്നും തീരുമാനമായില്ല എന്ന് പറഞ്ഞല്ലോ. ഇത് ഇപ്പോൾ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഡൽഹിയിൽ ഇരിക്കുന്നവർ കാണുന്നത് പോലെയല്ല കേരളത്തിലെ ഓരോ മണ്ഡലവും. വയനാട് UDFൻ്റെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണെന്ന് പറയുമ്പോൾ തന്നെ വയനാട്ടിൽ LDFന് മുന്നോട്ട് വരാൻ സാധിക്കും. കഴിഞ്ഞ 2ാം തവണ ഷാനവാസ് മത്സരിച്ച് ജയിച്ചത് 25,000 വോട്ടിനാണ്. അതിനുമുമ്പ് 1.5 ലക്ഷം വോട്ട് കിട്ടിയതാണ്. ആ ഡിഫറൻസ് ഉണ്ട്. പിന്നീട് മറ്റ് പല, ഇപ്പം നമ്മൾ വയനാടിൻ്റെ കാര്യത്തിലേക്ക് മറ്റ് പല ഘടകങ്ങളും UDFന് അത്ര അനുകൂലമല്ലാത്തതുണ്ട്. അപ്പോൾ നിശ്ചയമായും ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവാതെ ഇത് പറയരുതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകാതിരിക്കുന്നു. ഇത് ഹൈക്കമാൻഡിന് കേരളത്തിലെ 2 മണ്ഡലങ്ങൾ അല്ലെ വയനാട് വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അല്ലെ കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളകം പൊള്ളുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്കറിയാം, നന്നായിട്ടറിയാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രീ ചിത്തരഞ്ജൻ, ഇന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വാർത്താ സമ്മേളനത്തിൽ മറ്റേ പ്രകടന പത്രിക പ്രകാശനം ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഈ കോൺഗ്രസ് അവരുടെ മുഖ്യശത്രു ആരാണ് എന്ന് വ്യക്തമാക്കേണ്ടത് അവരാണ്. കാരണം CPMനെ സംബന്ധിച്ച് മുഖ്യശത്രു BJP ആണ്.
രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് അതുതന്നെയാണ്. ആരാണ് അവരുടെ മുഖ്യശത്രു? കേരളത്തിൽ വന്ന് LDFിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായൊരു സന്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും CPMൻ്റെ ദേശീയ നേതൃത്വവും തമ്മിൽ മികച്ച ബന്ധത്തിലാണ്, നല്ല ബന്ധത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നതിന് കാരണം CPMൻ്റെ ഭാഗത്തു നിന്നുള്ള അത്തരത്തിൽ എന്തെങ്കിലും സമ്മർദ്ദമായിരിക്കും? ഈ ചോദ്യത്തിന് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ ഇന്ന് ഒരു ഉത്തരം തന്നിട്ടുണ്ട്. CPMൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നിലയിലുള്ള സമ്മർദ്ദവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. CPMനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതായാലും പാർട്ടി സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചതാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ. ഈ 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന മുഖ്യ മുദ്രാവാക്യം BJP ഗവൺമെൻറ്റിനെ പുറത്താക്കിയെന്നുള്ളതാണ്. കോൺഗ്രസ് പ്രസ്ഥാനവും മുന്നോട്ട് വെക്കുന്നത് BJP ഗവൺമെൻറ്റിനെ പുറത്താക്കിയെന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുശത്രു എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായി ഉയർത്തിക്കാണിക്കുന്ന ഈ BJP ഗവൺമെൻറ്റിനെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഈ പോരാട്ടം നടക്കുന്ന സന്ദർഭത്തിൽ BJPക്കെതിരായി പടനയിക്കേണ്ട കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആ BJP വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ BJP അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടി ഏറ്റവും സുശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനെതിരായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അത് വോട്ടർമാരുടെ ഇടയിലടക്കം ഒരു വലിയ ആശയക്കുഴപ്പം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് BJP തന്നെ അഴിച്ചുവിട്ടിട്ടുള്ള സംഘടിതമായിട്ടുള്ള പ്രചരണമുണ്ട്. അത് UP അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഭയന്ന് രാഹുൽ ഗാന്ധി ഓടുകയാണ്, കോൺഗ്രസിന് രക്ഷയില്ല എന്ന നിലയിലേക്ക് അമേഠിയിലടക്കം അവർ പറയുന്നു 3 ലക്ഷത്തിന് മുകളിൽ വോട്ടിന് ജയിച്ചിരുന്ന 2009 തിരഞ്ഞെടുപ്പിൽ ജയിച്ചു. 2014 വരുമ്പോൾ സ്മൃതി ഇറാനിയുടെ മുമ്പിൽ 1 ലക്ഷത്തിന് വോട്ടിന് മാത്രമാണ് ജയിക്കുന്നത് എന്ന് മാത്രമല്ല അവർ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വീണ്ടും മത്സരിക്കുവാൻ തയ്യാറാകുന്നു. അതെന്ന സാഹചര്യത്തിൽ പരാജയ ഭീതി കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോരുന്നത് എന്നുള്ള നിലയിലേക്കുള്ള പ്രചരണവും നടന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുന്ന ഈ ഫാസിസ്റ്റ് വർഗീയ കക്ഷിയായിട്ടുള്ള BJPക്കെതിരായിട്ടുള്ള ഈ മുന്നേറ്റത്തെ അല്ലെങ്കിൽ പോരാട്ടത്തെ യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തുവാൻ ഈ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നെത്തിക്കും. അതുകൊണ്ടാണ് വളരെ വ്യക്തതയോടുകൂടെ തന്നെ ചോദിച്ചത് ഈ സന്ദേശം ഇതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴുണ്ട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ ഈ വയനാട് ഇങ്ങനെ എന്തോ വലിയ സുരക്ഷിത സീറ്റാണെന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതൃത്വം എങ്ങനെയാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒറ്റക്കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, വയനാടിൻ്റെ രാഷ്ട്രീയം എത്രയോ മാറി. ഇവിടെ പറഞ്ഞ പോലെ 25,000 വോട്ടല്ല 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ പരേതനായിട്ടുള്ള ശ്രീ ഷാനവാസിനുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇടതുപക്ഷത്തിന് അവിടെ MLA-മാരുടെ എണ്ണം എത്രയാ? ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ MLA-മാരുടെ എണ്ണം അവിടെ എത്രയാ? അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ശക്തിയല്ല യഥാർത്ഥത്തിൽ. ആ മുന്നണിയിൽ മുസ്ലിം ലീഗിനുള്ള സ്വാധീനം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ UDFൻ്റെ ഒരു സീറ്റാണ് കുത്തകയാണ് എന്ന നിലയിൽ പറയാൻ കഴിയുന്നതെന്നാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ അതൊരു സുരക്ഷിത സീറ്റായി തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത് അവർ കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ടതാണ്. കാരണം വേറെ കൊണ്ടല്ല, രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെല്ലാം മാറ്റം വന്നു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ വലിയ മുന്നേറ്റം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം അവസാനമാകുമ്പോഴോ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഈ വയനാട് ജില്ലയിലടക്കം വലിയ സ്വാധീനമുള്ള ശ്രീ വീരേന്ദ്രകുമാർ നയിക്കുന്ന പാർട്ടിയും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മാറി. അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ശാക്തിക ബലാബലത്തിൽ തന്നെ കൃത്യതയോടുകൂടിയുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്ന ഒരു മണ്ഡലം, ഈ സുരക്ഷിത മണ്ഡലം എന്തുമാത്രമല്ല വയനാട്ടുകാരോട് വന്ന് ഏതൊരാൾക്ക് വന്നിട്ട് ജയിച്ചിട്ടങ്ങ് പോകാൻ മാത്രം പറ്റുന്നൊരു മണ്ഡലം. പണ്ട് പൊന്നാനിയിൽ ബനാത്ത് വാല വന്നിട്ട് പോകുന്ന കാലഘട്ടത്തിൽ ആൾക്കാർ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നില്ല, ബനാത്ത് വാല വരാത്ത വാല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലഘട്ടത്തിൽ നടത്തുന്ന ഒരു പ്രചരണം പോലെ ആ കാലം പോയില്ലേ. മണ്ഡലങ്ങളിൽ അങ്ങനെ ആർക്കെങ്കിലും വന്നിപ്പോൾ വന്നങ്ങ് കയറി പോകുന്ന ഒരു കാലഘട്ടമൊക്കെ മാറി നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത്. ശ്രീ ശൂർനാട് രാജശേഖരൻ, ഇക്കാര്യം പ്രഖ്യാപിക്കാതിരിക്കാമായിരുന്നു. അത്തരത്തിലുള്ള ചർച്ച നടക്കുമ്പോൾ തന്നെ സിദ്ദീഖ് ഇവിടെ പ്രചാരണത്തിൽ ഏർപ്പെട്ടു, സിദ്ദീഖ് പ്രചാരണത്തിൽ ഏർപ്പെട്ടു. ഒരു ദിവസം രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് താല്പര്യപ്പെട്ടാൽ ഇപ്പോൾ സിദ്ദീഖ് പിന്മാറിയതുപോലെ തന്നെ അന്നും പിന്മാറുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ
നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി ഏതാനും ദിവസമേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലുമുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിച്ച ഒരു നടപടിക്രമങ്ങളുടെ പ്രശ്നം, ഇത് ഈ ചർച്ചയിലിരിക്കുന്ന ഒരു കാര്യം തുറന്ന് പ്രഖ്യാപിച്ചു, മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഇനി രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് കരുതുക, സിദ്ദീഖ് തന്നെ സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയില്ല. വയനാട്, മലപ്പുറം DCCകൾ അക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചും കഴിഞ്ഞു. അവിടെയാണ് ഈ തർക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉൾക്കൊള്ളുന്നത്. ഹൈക്കമാൻഡിൽ ഉള്ള മലയാളി നേതാക്കൾ എന്ന് പറയുന്നത് KC വേണുഗോപാലും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയുമാണ്, ദേശീയ നേതൃത്വത്തിലുള്ളവർ. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ളൊരു സന്നിഗ്ധാവസ്ഥയിൽ ഇക്കാര്യം തുറന്ന് പറഞ്ഞത് തന്നെ ഒരു തെറ്റായ നടപടിക്രമമായി താങ്കൾക്ക് തോന്നില്ലേ? എനിക്കങ്ങനെ ഒട്ടും തോന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന ശൈലിയെപ്പറ്റി അജിത്ത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കോൺഗ്രസ് എപ്പോഴും ഈ അടവ് നയവും മറ്റ് നയവും ഒന്നുമുള്ള പാർട്ടിയല്ല. കാര്യങ്ങൾ പറയും, കാര്യങ്ങൾ വ്യക്തമാക്കും. ആ കാര്യത്തിൽ ചിലപ്പോൾ അതൊരു വീഴ്ചയായിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല, നല്ല കാര്യമാണ്. അമിതമായ ആഹ്ലാദം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പാർട്ടിയുടെ KPCC നേതൃത്വം തൊട്ട് താഴെയറ്റ ബൂത്ത് തല നേതൃത്വം വരെ എനിക്ക് തോന്നുന്നു വയനാട് DCC പ്രസിഡന്റ് തുള്ളിച്ചാടുകയായിരുന്നു. എല്ലാവരും, അവരെല്ലാം അവരുടെയൊക്കെ ആഗ്രഹമായിരുന്നു. ആഗ്രഹം നിങ്ങൾ കാണുന്ന ഒരു മാനമല്ല ഞങ്ങളതിന് കാണുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ മത്സരിക്കാൻ വരുന്നു എന്നുള്ളതിലുള്ള അമിതമായ ആഹ്ലാദം, ശരി, അമിതമായ ആഹ്ലാദം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അത് ഞങ്ങൾ മറച്ചു വെക്കാൻ പറ്റുന്നില്ല. അത് ഞങ്ങളൊരു വീഴ്ച, കോൺഗ്രസിൻ്റെ ഒരു വീഴ്ചയായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ചർച്ചയിൽ ഉയർന്നു കേട്ട രണ്ട് കാര്യം, BJPയും കോൺഗ്രസും, BJP ആണ് ഒന്നാമത്തെ CPMൻ്റെ ശത്രു എന്നിപ്പോൾ കേട്ടത് വളരെ സന്തോഷമായൊരു കാര്യമാണ്. അതുതന്നെയാണോ നമ്മുടെ പ്രകാശ് കാരാട്ടിൻ്റെ അഭിപ്രായം ഇപ്പോഴും എന്ന് എനിക്കറിയാം. പാർട്ടി കോൺഗ്രസിനകത്ത് യെച്ചൂരി എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി, മറ്റൊരു പാർട്ടിക്ക് ഒരു ഗതികേടുണ്ടായിട്ടില്ല. പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ചു, BJPയെ തകർക്കാൻ, മാറ്റി നിർത്താൻ കോൺഗ്രസുമായി ചേരുന്നതിൽ തെറ്റില്ല എന്നൊരു തീരുമാനം വന്നപ്പോൾ അവിടെ ബദൽ രേഖ അവതരിപ്പിച്ച് പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനത്തെ വോട്ടിനിട്ട് തള്ളി കോൺഗ്രസും BJP ഞങ്ങൾക്ക് ഒരുപോലെ ശത്രുക്കളാണ് എന്ന് പ്രഖ്യാപിച്ച CPMൻ്റെ അഭിപ്രായമാണോ ഇപ്പോഴും നിലനിൽക്കുന്നത്? അത് വ്യക്തമാക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇപ്പോഴുമാണോ? പിന്നെ കേരളത്തിലെ 20 നിയോജകമണ്ഡലത്തിലും കോൺഗ്രസും CPMും തമ്മിലാണ് മത്സരം. CPMും CPIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുമുന്നണി എന്ന് ഞാൻ പറയുന്നില്ല, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അതിൽ മറ്റ് CPMലെ മറ്റ് ഇടതുപക്ഷ മുന്നണികൾക്ക് എന്ത് പങ്കാവുള്ളത്? അവരോടൊന്നും അന്വേഷിച്ചിട്ടോ? അത് പോട്ടെ, ഞാൻ ആ കാര്യത്തിലേക്ക് പറയുന്നില്ല. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. എങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധിയോട് ഇത്രയും താല്പര്യവും കോൺഗ്രസിനെ എൻ്റെ നേതൃത്വത്തിൽ BJPയെ നേരിടാനുള്ള അതിശക്തമായ പ്രസ്ഥാനം കോൺഗ്രസ് അല്ലാതെ വേറെ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ളതിൻ്റെ പ്രസിഡന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സ്വാഗതം ചെയ്യുകയും തീർച്ചയായിട്ടും ദക്ഷിണേന്ത്യയിലേക്കുള്ള വരവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയാനുള്ള ഒരു ഔദ്ധത്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതുണ്ടാകണം, അതിപ്പോഴും നഷ്ടപ്പെട്ടില്ല. അതോടൊപ്പം അതിന് പകരം എന്താ, BJP പറയുന്ന കാര്യങ്ങളെ പാടി നടക്കുകയാണ് രാജശേഖരൻ. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ടായാൽ, അതിൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു സർക്കാർ ഉണ്ടായാൽ അതിനെ പിന്തുണയ്ക്കും എന്ന് 150% കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഉറപ്പുള്ള ഒരു കക്ഷിയാണ് CPM, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുമുന്നണി. അതായത് പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ സർക്കാരിനെ ഈ പറയുന്ന CPMും CPM ഉൾപ്പെടെയുള്ള മുന്നണി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു കക്ഷിയുടെ, ഒരു MPയുടെ സ്ഥാനം കുറയ്ക്കാൻ വേണ്ടി അവർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അതേസമയം കർണാടകയിലാകട്ടെ തമിഴ്നാട്ടിലാകട്ടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പ്രശ്നവുമില്ല. അവിടെ ഒന്ന് NDAക്കെതിരാണ് DMK മുന്നണിയുടെ മത്സരം, കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള DMK മുന്നണിയുടെ മത്സരം AIDMKയും BJPയും ഉൾപ്പെടെയുള്ള NDA മുന്നണിയോടാണ്. മറ്റൊരിടത്ത് കർണാടകയിലാകട്ടെ BJPയുമായി കോൺഗ്രസ് നേർക്കുനേരെ ഫൈറ്റിലാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് തിരഞ്ഞെടുക്കുന്നതിന് പകരം തങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുള്ള 100% ഉറപ്പുള്ള ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിലുള്ള BJP വിരുദ്ധതയായി ജനങ്ങൾ കാണുമോ? ഇപ്പോൾ അജിത്ത് നേരെയായി, ഇപ്പോഴാണ് ശരിയായത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഇവിടെ തർക്കം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങളുടെ വിഷമം
CPM-ഉം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും പറയുന്ന കാര്യങ്ങളെപ്പറ്റി കോൺഗ്രസ് ഹൈക്കമാൻഡ് കാര്യഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തീരുമാനം നീണ്ടുപോകുന്നത്. അവിടെയാണ് ശരിയായ കാര്യം. അവിടെയാണ് ഒരു നല്ല ജേർണലിസ്റ്റിൻ്റെ അഭിപ്രായം ഇപ്പോൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പിന് ശേഷം ആരാണോ നമ്മളോടൊപ്പം ആദ്യമായി ഉണ്ടാകേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ശക്തിയായി വരാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനത്തെ നമ്മൾ മാറ്റി നിർത്തേണ്ട പകരം BJPക്കാരായിട്ട് മത്സരിക്കണോ എന്ന് ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ടാവും. അതിനെ മറ്റു വശവും ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ആലോചനയ്ക്ക് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് എന്തുകൊണ്ട് സിദ്ദിഖ് മാറി നിന്നു, എന്തിനാണ് സിദ്ദിഖിനെ മാറ്റിയത്, അവിടെ എന്താണ് തകരാറ് പറ്റിയത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തത്തെ ചെറുതായി കാണരുത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ ഒരു കാര്യം പറഞ്ഞൊക്കെ നമ്മൾ ശരി, ഇതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞല്ലോ അജിത്ത്. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഞാനും നിങ്ങളുമൊക്കെ ഈ TV കണ്ടതാണ്. മൻമോഹൻ സിംഗിനെതിരായി നടത്തുന്ന അവിശ്വാസ പ്രമേയത്തിൽ BJPയും CPM-ഉം ഒത്തുചേർന്ന് നിന്ന് കളിക്കുന്ന രംഗം നമ്മളൊക്കെ കണ്ടതാണ്. അന്നേതുവരെ ഒരുമിച്ച് പോയ വലിയ പ്രതീക്ഷയിൽ രണ്ടാം UPA-യുടെ ഏറ്റവും ശക്തിയായി വരേണ്ട ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് വിചാരിച്ചവർ നമ്മൾ കണ്ടു. അവിടെ പണം പങ്കുവെക്കുന്ന കാര്യത്തിൽ പോലും, ലോകസഭാ ഹാളിനകത്ത് പണം പങ്കുവെക്കുന്ന കാര്യത്തിൽ പോലും BJPയോടൊപ്പം നിന്ന CPM-നെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ശരി, സണ്ണിക്കുട്ടി എബ്രഹാം, ഇവിടെ അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി AICC ചർച്ച ചെയ്യുന്നുണ്ടാകാം. അതായത് LDF-നെതിരെ മത്സരിക്കണമോ, രാഹുൽ ഗാന്ധി മത്സരിക്കണമോ എന്നൊരു കാര്യം കൂടി ചർച്ചയുണ്ടാകാം. അതൊരു ഊഹമാണ്, നമ്മുടെ ഒരു ഊഹമാണ് സണ്ണിക്കുട്ടി എബ്രഹാം. പക്ഷേ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സ്ഥാനാർത്ഥിയെ പറ്റിയും ദേശീയ നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ടാകാം. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിശാലമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷണമെന്നും രാഹുൽ ഗാന്ധി വരണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണം രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ സിദ്ദീഖ് സ്ഥാനാർത്ഥിയാവരുത് എന്നാണ് വയനാട് മലപ്പുറം DCC നേതൃത്വം പറയുന്നത്. അത് എങ്ങനെയാണ് മലയാളികൾ മനസ്സിലാക്കുക? വെറും ഗ്രൂപ്പ് പോരാണ് ഈ പറയുന്ന തർക്കങ്ങൾക്ക് പിന്നിലെന്നല്ലേ സാധാരണക്കാർക്ക് മനസ്സിലാവും? എനിക്ക് 3 പോയിന്റ് പറയാറുണ്ട്. അതായത് ഒന്ന്, ശ്രീ സൂര്യനാരായണൻ പറഞ്ഞു വയനാട് DCC പ്രസിഡന്റ് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. ശരിയാ, സംഗതി ശരിയാ. പക്ഷേ രാഹുൽ ഗാന്ധി വരുന്നില്ല എന്നറിയുമ്പോൾ ഈ തുള്ളിച്ചാട്ടവും ആഹ്ലാദ പ്രകടനവും ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് BJPയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി പോരാട്ടം നയിക്കേണ്ട രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഫാസിസ്റ്റുകൾക്കെതിരായിട്ട് സമരം നയിക്കുന്ന ഇടതുപക്ഷത്തോട് മത്സരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷേ CPM-ന് ഇപ്പോഴാണ് ആ ബോധ്യം ഉണ്ടായത്. രാഹുൽ ഗാന്ധിയാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഫാസിസ്റ്റുകൾക്കെതിരായ സമരം നടക്കേണ്ടത് എന്ന് ഇപ്പോഴാണ് ബോധ്യമായത്. ഇപ്പോൾ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ്. ഞാൻ ചോദിച്ചോട്ടെ, എന്ത് ബാധ്യതയുള്ള കോൺഗ്രസ് CPM-ൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാതിരിക്കണമെന്ന് പറയുന്നതിന്? ഇടതുപക്ഷത്തിൻ്റെ സഹായം ആദ്യം തേടിയത് കോൺഗ്രസ്സാണ്. അവരിവിടെ ആവേശപൂർവ്വം ഇടതുപക്ഷത്തോട് സംസാരിച്ചു. ഇവിടെ പാർട്ടി കോൺഗ്രസിൻ്റെ കാര്യമൊക്കെ സൂര്യനാരായണൻ പറഞ്ഞതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ? മാഹിയിൽ ഒരു സീറ്റിലുണ്ട്, കന്യാകുമാരിയിലുണ്ട്, തമിഴ്നാട്ടിൽ ഒരു സീറ്റുകളുണ്ടെന്ന് തോന്നുന്നു. വേറെ എവിടെയാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ സഹകരിക്കുന്നത്? ബംഗാളിൽ സഹകരിക്കാൻ തയ്യാറായില്ലേ? എന്താ സംഭവിച്ചത്? ഒരിടത്തും ഇന്ത്യയിൽ ചെന്നൈയും മാഹിയും ഒഴികെ ഒരിടത്തും യാതൊരു കൂട്ടുകെട്ടും നീക്കുപോക്കും ഇല്ലാതിരിക്കെ എന്തിന് രാഹുൽ ഗാന്ധി കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരെ മത്സരിക്കാതിരിക്കണം? അവർക്ക് യാതൊരു ന്യായം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അജിംസ് പറഞ്ഞൊരു കാര്യം അതും ശരിയാണ്. അതായത് ഇവിടെ ഫാസിസ്റ്റുകൾക്കെതിരായിട്ട് മത്സരിക്കേണ്ട ഇടതുപക്ഷ പാർട്ടിക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ അപ്പോൾ എന്തിനാണ് CPI മാറിക്കൊടുക്കുന്നത്? ഇത് രണ്ടും ഏതാണ്ട് നാണയത്തിൻ്റെ ഇരുവശം ആണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് അജിംസ് പറഞ്ഞൊരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതായത് ഇവിടെ നിന്ന് ജയിച്ചു ചെല്ലുന്നവരെല്ലാം ഫാസിസത്തെയും മോഡിയെയും തോൽപ്പിക്കാൻ ഒന്നിച്ച് നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുമായിരിക്കാം. പക്ഷേ ആ ആണവ കരാറിൻ്റെ പേരിൽ ഒരു ഗവൺമെൻറ്റിനെ നമുക്കറിയാം BJPയാണ്, ആ ഗവൺമെൻറ്റുമായ BJPയാണ് ഇനി ശക്തി പ്രാപിക്കുക എന്ന് അറിയാമെന്നിരിക്കെ ആ ഗവൺമെൻറ്റിനെ താഴെയിട്ട ആളുകൾ ഇപ്പോൾ പുതിയ രാഷ്ട്രീയം പറയുന്ന വലിയ കാര്യമില്ല. പിന്നെ അജിംസ് മറ്റൊരു കാര്യം ചോദിച്ചല്ലോ, ഈ CPM-ൻ്റെ സമ്മർദ്ദം ഉണ്ടോ എന്നുള്ളത്.
ഇത് CPM-ൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇപ്പോൾ വരാൻ 3 കാരണങ്ങളുണ്ട്. CPM-ൻ്റെ സമ്മർദ്ദം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ചെന്നൈയിലെ ഒരു നേതാവ് CPM നേതാക്കൾക്കോട് സംസാരിക്കും. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ വിവരം വന്ന ദിവസം കോടിയേരി ബാലകൃഷ്ണൻ ഒരു അഭിപ്രായം പറഞ്ഞു. അന്ന് തന്നെ വൈകുന്നേരം പിണറായി വിജയൻ പറഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്തയ്ക്ക് ചേർന്നതല്ല, ഇത് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് SRPയും പറഞ്ഞു. അതിനുശേഷം ഏതെങ്കിലും ഒരു CPM നേതാവ് CPM ഇനി പോട്ടെ സോഷ്യൽ മീഡിയയിൽ CPM-ന് വേണ്ടി സൈബർ പോർ നടത്തുന്ന ആരെങ്കിലും ഒരാൾ ഇത് ഉന്നയിച്ചോ? കാരണം കോൺഗ്രസിനെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക എന്നൊരു തീരുമാനമാണ് എടുത്തിരുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരതിൻ്റെ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. പിന്നെ CPM-ന്റെ ആ നിലപാട് വ്യക്തമാണ്. പക്ഷെ കോൺഗ്രസിന്റെ ഉദ്ദേശശുദ്ധിയാണ് പ്രശ്നം. ഈ രണ്ട് DCCകൾ തുറന്നു പറയുന്നു, ഇനി രാഹുൽ വരുന്നില്ലെങ്കിൽ സിദ്ദീഖ് സ്ഥാനാർത്ഥിയാവാൻ പാടില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. അജിംസ് ഞാൻ അതിലേക്കാണ് വരുന്നത്. അതാണല്ലോ താങ്കളുടെ ചോദ്യം, എന്നോടുള്ള ചോദ്യം. അതാണ് ക്ഷമിക്കണം, ഞാൻ നീണ്ടുപോയത്. സംഗതി ശരിയാണ്. രണ്ടാമത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരാത്തതിൻ്റെ രണ്ടാമത്തെ കാര്യം അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങളാണ്. അത് കേരള പോലീസും IB-യും എല്ലാവരും അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സുരക്ഷ നൽകാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു ആരോപണം ഉന്നയിട്ടുണ്ട്. അതായത് സാധാരണ കോൺഗ്രസ് കേരളത്തിൽ 2 മുസ്ലിങ്ങൾക്ക് ലോക്സഭാ സീറ്റ് കൊടുക്കാറുണ്ട്. ഇത്തവണ 2 സീറ്റിൽ കൊടുത്തിരിക്കുന്നു. അതിൽ തന്നെ വിജയസാധ്യത ഏറെയുള്ള വയനാട്ടിൽ അദ്ദേഹത്തെ മാറ്റിയിട്ട് സിദ്ദീഖിനെ മാറ്റിയിട്ട് മറ്റൊരാൾ സ്ഥാനാർത്ഥിയായി വരുന്നു. അത് ശരിയല്ല എന്ന രീതിയിൽ വളരെ കൃത്യമായ വളരെ ശക്തമായ ആക്ഷേപം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനം അത് ഹൈക്കമാൻഡ് വളരെ ഗൗരവത്തോടെ പരിശോധിച്ചു. അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ഇവിടെയാണ് ഈ സിദ്ദീഖിനെ മാറ്റിയിട്ട് മറ്റൊരാളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. വേണമെങ്കിൽ മറ്റൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാം, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇവിടെ പോലും സിദ്ദീഖിൻ്റെ നമുക്കറിയാം, പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഏക പേരായിട്ട് ഒറ്റ പേരായിട്ട് പിന്നെ ഇത് ചെയ്ത് വിട്ടതാണ്, അംഗീകരിച്ചു വിട്ടതാണ്. ഇനി എങ്ങനെ സിദ്ദീഖിനെ മാറ്റാൻ സാധിക്കുക? സിദ്ദീഖ് മാറ്റിയിട്ട് ആര് വരുമെന്നാണ് പറയുന്നത്? ഇവിടെയാണ് കിട്ടിയ അവസരം. കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, കിട്ടിയ അവസരം. അതായത് രാഹുൽ ഗാന്ധി വരുമെന്ന് പറഞ്ഞു, രാഹുൽ ഗാന്ധി വരും എന്നാൽ പിന്നെ ആ ചെറിയൊരു ഗ്യാപ്പിൽ കയറി ഗ്രൂപ്പ് കളിക്കാനുള്ള, അല്ലെങ്കിൽ സിദ്ദീഖിനെതിരായിട്ടുള്ള സിദ്ദീഖ് വിരോധം കളിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല വിജയിക്കുമെന്ന്. PP ചിത്തരഞ്ജൻ, ഒരു വിശാല ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയിൽ കോൺഗ്രസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാനായിരുന്നു CPM ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ബംഗാളിൽ തുടക്കത്തിൽ തന്നെ 25 സീറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സീറ്റ് ഷെയറിങ്ങിനുള്ള സാധ്യത പോലും ഇല്ലാതാക്കിയത് എന്തുകൊണ്ടാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ അതുപോലെ കന്യാകുമാരി ചില സീറ്റുകളിലൊഴികെ ബാക്കി ഒരിടത്തും കോൺഗ്രസുമായി ഒരു ധാരണയ്ക്കും CPM-ന് കഴിയാതിരിക്കെ ഞങ്ങൾ വിശാല ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ ഭാഗമാണ്, ഞങ്ങളോടൊപ്പം കോൺഗ്രസും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരെ മത്സരിക്കരുത് എന്ന് പറയാൻ CPM-ന് ധാർമ്മികമായ അവകാശമുണ്ട്. ബഹുമാന്യരായിട്ടുള്ള ശ്രീ ശൂരനാട് രാജശേഖരനും ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമും രണ്ടുപേരും പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ചില വിശദീകരണം CPM-ൻ്റെ പ്രവർത്തനം എന്നുള്ളത് എനിക്ക് നൽകാനുണ്ട്. ഒന്ന്, ഈ CPM 2004 ഒന്നാം UPA ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കുന്നതിൽ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അത്തരമൊരു വാജ്പേയി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കി മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും നേതൃത്വപരമായ പങ്ക് നിർവഹിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യം ഏവർക്കും ബോധ്യമുള്ളതാണല്ലോ. അന്ന് കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒറ്റ MP-മാരില്ലായിരുന്നു. 18 MP-മാരെയാണ് ഇടതുപക്ഷത്തിന് ഈ കേരളത്തിൽ നിന്ന് ലഭിച്ചത്. 62 MP-മാർ ഇന്ത്യയുടെ പാർലമെൻറ്റിലുണ്ടായി. ആ ബലത്തിൽ തന്നെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ശ്രീ ശൂരനാട് രാജശേഖരൻ അവാസ്തവപരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ആ ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ, അല്ലെങ്കിൽ ആ ഗവൺമെൻറ് പുറത്തു പോകാൻ ഇടയായ വിഷയത്തിൽ കോൺഗ്രസ് ഒരു മുഖ്യ ഘടകകക്ഷിയെന്ന്, അല്ലെങ്കിൽ ഒരു ഘടകകക്ഷിയാകാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചില്ലല്ലോ, അധികാരം പങ്കിട്ടില്ലല്ലോ. CPM അധികാരത്തിൽ പങ്കാളികളാകാൻ വന്നില്ല, മറിച്ചൊരു കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അമേരിക്കയുമായി ബന്ധപ്പെട്ട ആണവ പരീക്ഷണ വിഷയത്തിൽ CPM-നെ വിശ്വാസത്തിലെടുക്കാനോ ഒരു ചർച്ച ചെയ്യുവാനോ നമ്മുടെ വിദേശ നയത്തിൽ തന്നെ വെള്ളം ചേർക്കുന്നൊരു നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ CPM പിന്തുണ പിൻവലിച്ചു. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ BJP-യുമായി പാർലമെൻറ്റ് ഹാളിനകത്ത് പണം വരെ കൈമാറി എന്നുള്ള നിലയിലുള്ള ഏറ്റവും തെറ്റായ പ്രചരണം, CPM-നെ പോലൊരു പ്രസ്ഥാനം പണത്തിനും അധികാരത്തിനും വേണ്ടി ഒരു നിലപാട് മാറി തിരിഞ്ഞു കൊടുക്കുന്നൊരു പാർട്ടിയല്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ശക്തിയൊന്നുമില്ലായിരിക്കാം.
പക്ഷേ ഞങ്ങൾ അന്തസ്സായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ റിസോർട്ടുകളിൽ കൊണ്ടുപോയി ആളെ കൂട്ടിയിടേണ്ട ഒരു സാഹചര്യമോ ഞങ്ങളുടെ ഒരു ജനപ്രതിനിധിക്കും ഉണ്ടാകില്ല. ഞങ്ങൾ അതിനകത്തെല്ലാം വളരെ വ്യക്തതയോടുകൂടെ തന്നെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. ഇവിടെ കാണേണ്ടത് എന്താ, അദ്ദേഹം പറഞ്ഞു CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ ശ്രീ പ്രകാശ് കാരാട്ട് ബദൽ രേഖ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് ബഹുമാനനായിട്ടുള്ള അദ്ദേഹം വന്നത്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് എങ്ങനെയാണ് നടക്കുന്നത്? പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. അതിനകത്ത് 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് സംഘടനാ രേഖയും മറ്റൊന്ന് പ്രവർത്തന റിപ്പോർട്ടും. അതെപ്പോഴും അവതരിപ്പിക്കുന്നത് പോളിറ്റ് ബ്യൂറോയിലെ സീനിയറായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ്. EMS പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അത്തരം രേഖകൾ അവതരിപ്പിക്കുന്നത് സുന്ദരിയെയോ BT ലളിതയെയോ പോലുള്ള ആൾക്കാരാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള ഓരോ കാലഘട്ടത്തിലും പ്രകാശ് കാരാട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ രേഖ അവതരിപ്പിച്ചിട്ടുള്ളത് സഖാവ് യെച്ചൂരിയാണ്, സീതാറാം യെച്ചൂരിയാണ്. അവിടെ വളരെ വ്യക്തതയോടുകൂടെ തന്നെ ഞങ്ങളുടെ പാർട്ടി, പിന്നെ കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമാണ് CPM എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾ കൃത്യമായി സംഘടനാ സമ്മേളനങ്ങൾ 3 വർഷക്കാലം കൂടി നടത്തുന്നൊരു പാർട്ടിയാണ്. ആ 3 വർഷക്കാലം കൂടി നടക്കുന്ന സമ്മേളനത്തിൽ ഞങ്ങൾ രാഷ്ട്രീയവും സംഘടനാപരവുമായ എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ചും ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിൻ്റെ മഹാഭൂരിപക്ഷ സമയവും അത്തരം സംഘടനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത്. ചിത്തരഞ്ജൻ, പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനമാണോ പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനമാണോ കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഫാഷിസത്തെ പ്രതിരോധിക്കാമെന്നുള്ളത്? അവരെ രണ്ടുപേരെയും ശത്രുക്കളായി കണ്ടുകൊണ്ട് ഫാഷിസത്തെ എതിർക്കുക എന്നുള്ള പാർട്ടി കോൺഗ്രസിലെ തീരുമാനമല്ലല്ലോ ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്താവനയായി പുറത്തു വരുന്നത്. കോൺഗ്രസുമായി ചേർന്ന് ഞങ്ങളുടെ തീരുമാനം എടുത്തിട്ടില്ല. അല്ലല്ല, പാർട്ടി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ ആ കാലത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്ത് അതിനകത്ത് ഞങ്ങൾ എടുക്കേണ്ട അളവുപരമായ നിലപാടുകളെ സംബന്ധിച്ച് ഞങ്ങൾ നയം സ്വീകരിക്കും. ആ നയത്തിൽ ഞങ്ങൾ വ്യക്തമായി ഇത്തവണ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത് ഞങ്ങൾ പറഞ്ഞത് എന്താ? ഞങ്ങൾ പറഞ്ഞത് BJP അധികാരത്തിൽ പുറത്താക്കുക. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക. മൂന്നാമത് രാജ്യത്തൊരു മതനിരപേക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാക്കുക. ആ മതനിരപേക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഏതാണ്ട് 2004 പോലെ തന്നെയാണ് ഇന്ത്യയിൽ ഇന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഒരു ശക്തിയില്ലാത്ത പാർട്ടിയാണ് ശൂരനാട് രാജശേഖരൻ. അവസാനമായി ചർച്ച നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒറ്റ ചോദ്യമാണ്, സിദ്ദീഖിന്റെയും കെ മുരളീധരന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒരുപക്ഷെ വടകരയിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ ചിത്തരഞ്ജൻ, ശ്രീ ശൂരനാട് രാജശേഖരൻ, ഈ വടകരയിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസ് അണികളിൽ ഉണ്ടായ ഒരു ഉണർവുണ്ട്. ആ ഉണർവിനെ തുടർന്ന് സിദ്ദീഖ് ഉൾപ്പെടെയുള്ള പ്രചാരണ രംഗത്തിറങ്ങി മറ്റ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ഉണർവുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് വയനാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അത് മറ്റൊരു ഉണർവിന് കാരണമായി. പക്ഷേ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഇപ്പോൾ നിലനിൽക്കുന്ന ഈ അനിശ്ചിതാവസ്ഥ ഇനി സിദ്ദീഖ് തന്നെയാണ് വയനാട്ടിലേക്ക് തിരിച്ചു വരുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതയെ പോലും ബാധിക്കുന്ന ഒന്നാണ് എന്ന് DCC നേതൃത്വങ്ങളുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവുന്നു. അവർക്ക് എതിർപ്പാണ് സിദ്ദീഖ് മടങ്ങി വരുന്നതിനോട്. യഥാർത്ഥത്തിൽ ഈ പ്രഖ്യാപനത്തോടെ ഇത് തുറന്ന് രാഹുൽ ഗാന്ധി വരുന്നു എന്ന് തുറന്ന് പറഞ്ഞതിലൂടെ എന്തെല്ലാം സാധ്യതകളാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ ഇല്ലാതാക്കിയത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടോ? ഒരു സാധ്യതകളും ഇല്ലാതായിട്ടില്ല, കൂടുതൽ വർദ്ധിച്ചതേ ഉള്ളൂ അക്കാര്യത്തിൽ. ഈ നേരത്തെ 2-3 പ്രാവശ്യം പറഞ്ഞു, പിന്നെ മലപ്പുറം DCCയും വയനാട് DCCയും ഒക്കെ സിദ്ദീഖ് വരുന്നതിനെതിരായി ഇപ്പോൾ നിൽക്കുന്നു എന്നത് ഞാനെങ്ങും കേട്ടില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് ഞാൻ. സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളെങ്ങും കേട്ടിട്ടില്ല. ഇത് അജിത്തെ, നമ്മൾ കാണാത്ത കാര്യങ്ങൾക്ക് ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഈ കളി ചെറിയ കളിയല്ല. IC ബാലകൃഷ്ണൻ പറഞ്ഞ ബൈറ്റുണ്ട് ഞങ്ങളുടെ IC ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ ഉണ്ടാക്കിയ വാർത്തയല്ല. ഏറ്റവും വലിയ നീക്കമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ നീക്കത്തിൽ പൊയ്ക്കോട്ടെ ആ നീക്കത്തിൽ ഞങ്ങൾ തന്ത്രപരമായ സമീപനങ്ങൾ എടുക്കും. അത് ദേശീയ തലത്തിലുള്ള നീക്കമാണ്. ആ നീക്കത്തിൻ്റെ ഭാഗമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് മത്സരിക്കുന്ന സ്ഥലമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് മത്സരിക്കുന്നില്ലെന്ന് വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം. അപ്പോൾ വേറെ കാര്യങ്ങൾ അപ്പോൾ ആലോചിക്കാം. ശരി ശൂരനാട് രാജശേഖരൻ, വളരെയധികം നന്ദി. ശൂരനാട് രാജശേഖരൻ, സണ്ണിക്കുട്ടി അബ്രഹാം, ചിത്തരഞ്ജൻ ഈ ചർച്ചയിൽ പങ്കെടുത്തു.